പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിൻ്റെ ഒരു മഹാരാത്രിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ജാഗരണ പ്രാർത്ഥന. ദൈവം ലോകത്തെ അനുഗ്രഹിക്കുന്ന കർത്താവ് തിരഞ്ഞെടുത്ത ഒരു മഹാദിനം. വലിയ ആദരവോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അതിനും പറയുകയാണ്, കർത്താവ് സമുദ്രത്തിൽ വഴിവെട്ടുന്നവനാണ്, പെരുവെള്ളത്തിന് മുകളിൽ പാതയൊരുക്കുന്നവനാണ്. കർത്താവ് സമുദ്രത്തിൽ വഴിവെട്ടും, പെരുവെള്ളത്തിന് മുകളിലൂടെ പാതയൊരുക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്ക് കാണുക, പഴയ നിയമത്തിൽ തൻ്റെ ജനമായ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ദൈവം സമുദ്രത്തിന് നടുക്കുകൂടെ വഴിവെട്ടി, അല്ലേ? ആ ചെങ്കടലിനെ രണ്ടായി മുറിച്ചു. അതിലൂടെ കർത്താവ് വഴിവെട്ടി, അതിലൂടെ ലക്ഷക്കണക്കിന് വ്യക്തികളുടെ ജീവൻ രക്ഷിച്ചു. അവൻ പെരുവെള്ളത്തിന് മുകളിലൂടെ പാതയൊരുക്കുന്നവനാണ്. ബൈബിളിൽ കാണുന്നുണ്ട്, ശിഷ്യന്മാർ തനിച്ച് വഞ്ചിയിൽ മറുകരയ്ക്ക് പോകുമ്പോൾ നടുക്കടലിലെത്തുമ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു. ഇതാ ഞങ്ങൾ നശിച്ചു പോകുന്നു, നിലവിളിക്കുന്നു. കർത്താവിതാ ആ പെരുവെള്ളത്തിന് മുകളിലൂടെ ഒരു പാതയൊരുക്കി അവൻ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്ന് ഈശോ ആ ജീവിതങ്ങളെ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 43:16 സംഭവിക്കുകയാണ് അവിടെ. കർത്താവ് സമുദ്രത്തിന് മുകളിൽ വഴിവെട്ടുന്നവനാണ്, പെരുവെള്ളത്തിന് മുകളിലൂടെ പാതയൊരുക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, ഈ നൈറ്റ് വിജിൽ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഇത് സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി അവിടുന്ന് വഴിവെട്ടണം, പാതയൊരുക്കണം. നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിൻ്റെ 100,000 വഴികൾ കർത്താവിൻ്റെ മുമ്പിലുണ്ട്. ആമേൻ. ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ള വഴികളൊക്കെ അടഞ്ഞിരിക്കുകയായിരിക്കും. ഈ രാത്രിയിൽ കർത്താവ് നിനക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ ഒരു വഴി സമുദ്രത്തിന് മുകളിലൂടെ വെട്ടി നിന്റെ അടുത്തേക്ക് കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കും. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് തളർന്നവന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. വചനം പറയുകയാണ്, യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ കർത്താവിനെ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവൻ ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. യെശയ്യാ പ്രവാചകൻ 40 പറയുന്നു, ചെറുപ്പക്കാർ പോലും ശക്തിയേറ്റ് വീഴാം. എന്നാൽ കർത്താവിനെ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവർ നടന്നാൽ ക്ഷീണിക്കുകയില്ല, ഓടിയാൽ തളരുകയുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ക്ഷീണിച്ച ശരീരത്തെയും ക്ഷീണിച്ച മനസ്സിനെയും ആത്മാവിനെയും ഒക്കെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് കഴിഞ്ഞ കാല ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെയായി ഒത്തിരി ക്ഷീണിച്ചവരും മടുത്തവരൊക്കെയാണ് നമ്മൾ, അല്ലേ? മടുത്തവരാ, ജീവിത യാത്രയിൽ ക്ഷീണം അനുഭവിക്കുന്നവരൊക്കെയാണ്. വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്യാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുവരും. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതങ്ങൾ യുവാക്കന്മാരുടേതുപോലെ കൊച്ചു കുട്ടികളുടേതുപോലെ ചിറകടിച്ചുയരുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തളർച്ചകളും ക്ഷീണങ്ങളെല്ലാം ദൈവം എടുത്തു മാറ്റും. ആമേൻ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ എളിമയോടെ ഒന്ന് ശാന്തമായി നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഇന്ന് വചനം പറയുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അത് ചെവികളിലല്ല ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, വചനം സ്വീകരിക്കാൻ എൻ്റെ കാതുകളെ തുറക്കണമേ, വചനം സ്വന്തമാക്കാൻ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ എൻ്റെ കണ്ണുകളെ ഒരുക്കണമേ. വലിയ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് ഇവിടെ വചനം പ്രഘോഷിക്കുമ്പോൾ അത് ഹൃദയത്തിലേക്ക് എത്തട്ടെ, ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാകട്ടെ, ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ, കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ സംഭവിക്കട്ടെ, തലമുറയെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്ന് തീക്ഷ്ണതയോടെ ആത്മാർത്ഥമായി ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റവും എളിമയോടെ സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തോട് സംസാരിക്കണമേ, എൻ്റെ ബുദ്ധിയിലെ അന്ധകാരം മാറ്റണമേ. കർത്താവേ, എൻ്റെ കാതുകളെ തുറക്കണമേ. കർത്താവ്, എൻ്റെ കണ്ണുകളെ തുറക്കണമേ.
കർത്താവ് കണ്ണുകൾ തുറന്നപ്പോൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ക്രിസ്തുവിനെ, രക്ഷകനെ, ദൈവത്തെ തിരിച്ചറിയാൻ സാധിച്ചു. കർത്താവേ, എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ. കർത്താവേ, എൻ്റെ കാതുകളെ തുറന്നു തരണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തെ തുറന്നു തരണമേ. ഇന്നത്തെ ഈ രാത്രി പ്രാർത്ഥന എനിക്കൊരു അനുഗ്രഹമായി മാറട്ടെ. എൻ്റെ കുടുംബത്തിന് അനുഗ്രഹമായി മാറട്ടെ. എൻ്റെ തലമുറയ്ക്ക് അനുഗ്രഹമായി മാറട്ടെ. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ആരാധിക്കും, യഹോവയെ സ്നേഹിക്കും. ഞാനും എൻ്റെ കുടുംബവും യഹോവയിലൂടെ, എൻ്റെ ദൈവത്തിലൂടെ, എൻ്റെ എന്നിലൂടെ രക്ഷ പ്രാപിക്കും. കരങ്ങളൊന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ കാതുകളെ തുറക്കണമേ. കർത്താവേ, എൻ്റെ കണ്ണുകളെ തുറക്കണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തെ അവിടെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടഞ്ഞ ഹൃദയത്തെ തുറക്കണമേ കർത്താവേ. അടഞ്ഞ കാതുകളെ തുറക്കണമേ കർത്താവേ. അടഞ്ഞ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. അങ്ങയെ കാണാൻ, അങ്ങയുടെ വചനം കേൾക്കാൻ, അങ്ങയുടെ മഹോന്നത പ്രവർത്തികൾ കാണാൻ, അങ്ങയെ സ്വന്തമാക്കാൻ കർത്താവേ, ഈ മധുരാത്രിയിൽ അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ ഒന്ന് തിരുമാറോട് ചേർത്ത് പിടിക്കണമേ. അവിടുത്തെ തിരുമാറോട് എന്നെ ചേർത്ത് പിടിക്കണമേ. അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അതിനും കൊണ്ട് ഏറ്റു പറയാം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാനങ്ങയെ വിളിക്കുന്നു, ഞാനങ്ങയെ സ്തുതിക്കുന്നു, ഞാനങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ തലമുറയിലേക്ക് ഞാനങ്ങയെ വിളിക്കുന്നു. എൻ്റെ ഭവനത്തിലേക്ക് ഞാനങ്ങയെ ക്ഷണിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഞാനങ്ങയെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കർത്താവായ ഈശോയെ, കർത്താവായ ദൈവമേ, സർവശക്തനെ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കർത്താവായ ഈശോയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നെ തേടി വന്നിരിക്കുന്ന, നിന്റെ വചനം കേൾക്കാൻ വന്നിരിക്കുന്ന ഈ മക്കളെ അവിടുന്ന് കരുണയോടെ കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ അവിടുന്ന് തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച്, ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ അവിടുത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ കർത്താവേ, അവിടുത്തെ ആനന്ദം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അവിടുത്തെ സന്നദ്ധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. കർത്താവേ, ആനന്ദം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. എൻ്റെ യേശുവേ, അങ്ങേക്ക് നന്ദി. എൻ്റെ കർത്താവേ, അങ്ങേക്ക് മഹത്വം. എൻ്റെ ദൈവമേ, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ശാന്തമായിരിക്കാം. നമുക്ക് ഇരുന്ന് നമ്മുടെ ഗായക സംഘത്തോട് ചേർന്ന്, നിങ്ങൾക്കെല്ലാം നല്ല പരിചയമുള്ള ആൾക്കാരാണ്. ലിജോ, ജോമോൻ, ദീപ, ക്രിസ്റ്റീന, നീരജ, ഇവരാണ് നമ്മുടെ ഗായക സംഘം. നമുക്ക് ഇവരോട് ചേർന്ന് നമുക്ക് ഗാനം ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങാം. ഈ വരികളൊന്ന് പാടാം നമുക്ക്. ആദിനും നീയേ, അന്തിനും നീയേ, അത്യുന്നതനെ മിശിഹാനാഥ. ആദിനും നീയേ, അന്തിനും നീയേ, അത്യുന്നതനെ മിശിഹാനാഥ. പാടാൻ ശ്രമിക്കാമോ? ആദിനും നീയേ, അന്തിനും നീയേ, അത്യുന്നതനെ മിശിഹാനാഥ. ഒരിക്കൽ കൂടി. ആദിനും നീയേ, അന്തിനും നീയേ, അത്യുന്നതനെ മിശിഹാനാഥ. സ്വരത്തിൽ പാടാം. ആദിനും നീയേ, അന്തിനും നീയേ, അത്യുന്നതനെ മിശിഹാനാഥ. സെയിം ട്യൂണിൽ മറ്റു വരികളും കൂടിയുണ്ട്. ഉയിരും നീയേ,
ഉണർവും നീയേ, പ്രാണൻ നീയേ, മിശിഹാനാഥ. ഇങ്ങനെ ഉയിരും നീയേ, ഉണർവും നീയേ, പ്രാണൻ നീയേ, മിശിഹാനാഥ. ഉയിരും നീയേ, ഉണർവും നീയേ, പ്രാണൻ നീയേ, മിശിഹാനാഥ. ആദിനും അന്തിനുമായ ദൈവത്തെ, എല്ലാത്തിൻ്റെയും ഉടയനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ഗാനം പാടുമ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ആദിനും അന്തിനുമായ ദൈവം പരിഹാരകനാണെന്നുള്ള ഉറപ്പോടെ പാടിയാൽ ഇന്ന് അത്ഭുതം കാണാം. വിശ്വസിക്കുന്നവർ കരമത്തിരി ഹല്ലേലൂയ പറയാമോ? പോരാ, ശക്തിയോടെ ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്തിനുമാണ്, ഞാൻ ആദ്യവും അന്തവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് വലിയ പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. പെരുവെള്ളത്തിന്മേൽ പാതി ഒരുക്കുന്ന സർവശക്തനായ ദൈവം, ആ ദൈവത്തെ ആരാധിക്കാം. അവൻ ആദിയും അന്തവുമാണ്. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സർവാധിപനായ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ആദിയും അന്തവുമായവൻ അവിടുത്തെ നമുക്ക് ആരാധിക്കാം പ്രാർത്ഥനാപൂർവം. താതനാ ദൈവമേ, നാഥനാ യേശുവേ, താതനാ ദൈവമേ, നാഥനാ യേശുവേ, താതനാ ദൈവമേ, നാഥനാ യേശുവേ, താതനാ ദൈവമേ, നാഥനാ യേശുവേ, ഉയിരും നീയേ, ഉണർവും നീയേ, പ്രാണൻ നീയേ, മിശിഹാനാഥ. 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 നിത്യനാ യേശുവേ, ക്രൂശിലെ സ്നേഹമേ, നിത്യനാ യേശുവേ,
നിലയ്ക്ക് ഉയർത്തപ്പെടിച്ചുകൊണ്ട് സർവാധിപനായ ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. വിളർന്ന് ജീവൻ തന്ന കാൽവരിനാഥ ആമേൻ ആമേൻ. ചങ്കു പിളർന്ന് ജീവൻ തന്ന കാൽവരിനാഥ ആമേൻ ആമേൻ. ചങ്കു പിളർന്ന് ജീവൻ തന്ന കാൽവരിനാഥ ആമേൻ ആമേൻ. ചങ്കു പിളർന്ന് ജീവൻ തന്ന കാൽവരിനാഥ ആമേൻ ആമേൻ. ആദിരം നീയേ, താളത്തിൽ കരമടിച്ചുകൊണ്ട് അന്തിരം നീയേ, കരമടിച്ച് അത്യുന്നതനേ, മിശിഹാനാഥ. ആദിരം നീയേ, അന്തിരം നീയേ, 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 അത്യുന്നതനേ, മിശിഹാനാഥ. അവനെ ആരാധിക്കാം. പരിശുദ്ധനെ ആരാധിക്കാം. എല്ലാം മറന്ന് സർവശക്തിയോടെ സർവാധിപനായ ദൈവത്തെ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും
കാൽവരിനാഥ. ആമേൻ ആമേൻ. ചങ്കുപിളർന്ന് ജീവൻ തന്ന കാൽവരിനാഥ, ആമേൻ ആമേൻ. ചങ്കുപിളർന്ന് ജീവൻ തന്ന കാൽവരിനാഥ, ആമേൻ ആമേൻ. ചങ്കുപിളർന്ന് ജീവൻ തന്ന കാൽവരിനാഥ, ആമേൻ ആമേൻ. ആദിനും നീയേ, അന്ത്യനും നീയേ, അത്യുന്നതനേ മിശിഹാനാഥ. 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 ഉയിരും നീയേ, ഉണർവും നീയേ, പ്രാണൻ നീയേ 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 മിശിഹാനാഥ. സാവധാനം ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആയിരിക്കുന്നതിനെ കണ്ടുകൊണ്ട് വരുവാനിരിക്കുന്നതിനെ കണ്ടുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സകല വിശുദ്ധരോട് ചേർന്നുകൊണ്ട് പരമപരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാമോ? എല്ലാം മറന്ന് എല്ലാം നിയമങ്ങളും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കരങ്ങളുയർത്തി സ്വരമുയർത്തി ഒന്ന് ചേർന്ന് ജീവിക്കുന്ന കർത്താവിനെ, ജീവിക്കുന്ന ദൈവത്തെ, സർവശക്തനെ ആരാധിക്കാം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനുമായവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആ പരിശുദ്ധനായവനെ ആരാധിക്കാം. ഹല്ലേലൂയ 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 ആരാധിക്കുന്ന കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന ദൈവമേ, ആരാധന ആരാധന ആരാധന. ആദിനും നീയേ, അന്ത്യനും നീയേ, പാടാം. അത്യുന്നതനേ മിശിഹാനാഥ. ആദിനും നീയേ, അന്ത്യനും നീയേ, അത്യുന്നതനേ മിശിഹാനാഥ. Praise the Lord. ശാന്തമായിരിക്കാം. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി.